നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അല റിജാലി മിനൻ നിസാ. എനിക്ക് ശേഷം ഞാൻ മരിച്ചു പോകുമ്പോൾ ഇവിടെ വിട്ടുപോകുന്ന ഏറ്റവും വലിയ ഫിത്ന സ്ത്രീകളാണ് എന്ന് പറഞ്ഞിട്ടാണ് വിശ്വാസം മരിക്കുന്നത്. സ്ത്രീകളുടെ ഫിത്ന എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പല രൂപത്തിൽ അത് സംഭവിക്കും. ഭാര്യമാരെ കൊണ്ട് ഫിത്ന ഉണ്ടാകും, അതുപോലെ പല രൂപത്തിലുള്ള ഫിത്ന ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കണ്ണുകൊണ്ടുള്ള ഫിത്ന എന്ന് പറയുന്നത്, കണ്ണുകൊണ്ട് ചെയ്യുന്ന ഹറാമുകൾ എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഏറ്റവും കൂടുതൽ പേടിച്ചുവെങ്കിൽ ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അതിന്റെ എത്ര ഇരട്ടി ഇന്ന് സമൂഹത്തിലുണ്ട്, നേരിട്ട് കാണുന്നതും അതുപോലെയുള്ള മറ്റു മാധ്യമങ്ങളിലൂടെ കാണുന്നതും. ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഈ സഹായം അതിന് നമ്മൾ എത്രയോ ആവശ്യക്കാരാണ്, അന്നത്തെക്കാളും ആവശ്യക്കാരാണ്. അതിനുള്ള മാർഗം എന്താണ്? വല യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, നവാഫിലായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ചില ഉലമാക്കൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. നമ്മളുടെ ഈ അവയവങ്ങളുടെ കാര്യത്തിൽ ഒരു അപകടം നമുക്ക് മണക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പോക്ക് ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ല കണ്ണ് ഹറാമിലേക്ക് പോകുന്നുണ്ട്, മുമ്പത്തെ പോലെ നിയന്ത്രണമില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അവയവം, ഈ പറഞ്ഞ 4 അവയവങ്ങളെ പ്രത്യേകം പറയാൻ കാരണമുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല. സമഅ്, ബസർ, യദ്, റിജ്ൽ. എന്താ അതിന്റെ പ്രത്യേകത? ഈ സമഉം ബസറും നമ്മൾ ഇങ്ങോട്ട് വിവരങ്ങൾ സ്വീകരിക്കുന്ന അവയവങ്ങളാണ്, അല്ലെ? നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ കടന്നു ചെല്ലുന്നത് ഈ വഴിയിലൂടെയാണ്, കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയുമാണ്. യദും റിജ്ലും, കയ്യും കാലും എന്താണ്? അത് പുറത്തേക്ക്, നമ്മുടെ പ്രവൃത്തികൾ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇതിലൂടെയാണ്. അപ്പൊ മനസ്സിലേക്ക് അകത്തോട്ടും പുറത്തോട്ടും പ്രവേശിക്കുകയും പുറപ്പെടുകയും ചെയ്യുന്ന മാധ്യമങ്ങളാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നിന് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കുക, സുന്നത്തായ അമലുകളിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി. അല്ലെ, ഇപ്പൊ നമ്മൾ ഹറാം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, കുറച്ച് മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ആ കുറച്ച് മുമ്പ് എന്ന് പറയുന്ന ഈ കാലത്ത് സുന്നത്തായ കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ ചെയ്തിരുന്നു, ഇന്നത്ര ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. അതിന്റെ വ്യത്യാസത്തിനനുസരിച്ചായിരിക്കും ഈ പറഞ്ഞ അവയവങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം, ഹിഫ്ള്, തസ്ദീദ് ഉണ്ടാവുക. അപ്പൊ അത് നന്നാക്കാനുള്ള മാർഗം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ്. എന്നാൽ ശൈത്താൻ നമുക്ക് നേരെ തിരിച്ചാണ് ചിന്തിപ്പിക്കുക. നമ്മൾ ഹറാമ് കാണുന്നുണ്ടെങ്കിൽ ശൈത്താൻ എന്ത് പറയും? നീ ഇത്രയും നേരം ഹറാമ് കണ്ടുകൊണ്ടിരുന്നതാണ്, ഒരു സിനിമ കണ്ടു, അതുകൊണ്ട് ഇനി നീ അടുത്ത വക്തിന് ജമാഅത്തിന് പോകുന്നതിൽ അർത്ഥമില്ല എന്നായിരിക്കും ശൈത്താൻ നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുക. ഇനി മുസ്ലിമായി മിനിമം യോഗ്യത നിലനിർത്താൻ വേണ്ടി വക്ത് തരുന്നതിന് മുമ്പ് നമസ്കരിക്കുക, അത് മതി, അത്രയൊക്കെ നമുക്ക് സ്ഥാനമുള്ളൂ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഈ ഹറാമ് ചെയ്തു, അതുകൊണ്ട് ഇനി അടുത്ത ഹറാമ് ചെയ്യാതിരിക്കാൻ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിൽ പോവുക സുന്നത്താണ്. പള്ളിയിൽ എത്രയും നേരത്തെ പോവുക എന്നുള്ളത് സുന്നത്താണ്. ജമാഅത്തിൽ പങ്കെടുക്കൽ അത് അതിനേക്കാൾ വലുതാണ്. അപ്പോൾ ഇങ്ങനെ സുന്നത്തായ അമലുകളുടെ കാര്യത്തിൽ മത്സരിക്കുകയാണ് വേണ്ടത് ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ.